കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. ആഴിയിൽ നാം കടന്നു പോയിടിലും അതു നമ്മെ കവിഞ്ഞിടാതെ കാത്തിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. തീയിൽ നാം ആകിലും ജ്വാല നമ്മെ തെല്ലുമേ ഷാദിമ്മാനുവേൽ താൻ നടത്തിയിടുമേ. ദൈവവചന ചിന്തകൾ കേൾക്കുന്ന എല്ലാ മാന്യ ശ്രോതാക്കൾക്കും ക്രിസ്തീയ വന്ദനം. ഇയ്യോബിൻ്റെ പുസ്തകം 9-ാം അധ്യായം 22-ാമത് വചനം. അതെല്ലാം ഒരുപോലെ ആയതുകൊണ്ട് ഞാൻ പറയുന്നത്, ഞാൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു എന്നുള്ള തിരുവചനമാണ്. ഇവിടെ ഓർമ്മപ്പെടുത്തുന്നത് നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്ന ഒരു ദൈവമാണ് ഈ ദൈവമെന്ന് ഓർപ്പിക്കുന്ന വാക്കുകൾ രേഖപ്പെടുത്തപ്പെടുകയാണ്. കാരണം ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് നിഷ്കളങ്കതയോടുകൂടി ജീവിച്ചിട്ടും ഒരു ദുഷ്ടനെ നശിപ്പിക്കുന്നത് പോലെ ഇയ്യോബിൻ്റെ ജീവിതത്തിനകത്ത് ചില നാശങ്ങളും ചില നഷ്ടങ്ങളും ചില വേദനകളും കടന്നു വന്നപ്പോൾ താൻ ഓർപ്പിച്ച വാക്കുകളാണ് ഇവിടെ രേഖപ്പെടുത്തപ്പെടുന്നത്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 57-ാം അധ്യായത്തിൻ്റെ 1-ാമത് വാക്യം വായിക്കുമ്പോൾ ഓർപ്പിക്കുന്നത്, നീതിമാൻ നശിക്കുന്നു, ആരും അത് ഗണ്യമാക്കുന്നില്ല. ഭക്തന്മാരും കഴിഞ്ഞു പോകുന്നു, നീതിമാൻ അനർത്ഥത്തിനു മുൻപേ കഴിഞ്ഞു പോകുന്നു എന്ന് ആരും ഗ്രഹിക്കുന്നില്ല. നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും സത്യസന്ധതയോടും ജീവിച്ച ചില പ്രിയപ്പെട്ടവർ നനയ്ക്കാത്ത നേരത്ത് കഴിഞ്ഞു പോകുമ്പോൾ എന്തുകൊണ്ട് ദൈവം ഇവരോട് ഇങ്ങനെ ചെയ്തു എന്ന് ചോദിച്ചിട്ടുള്ള രംഗങ്ങളുണ്ട്. അവിടെ യഹോവയായ ദൈവം ഓർമ്മപ്പെടുത്തുന്നത്, ഈ നിഷ്കളങ്കനായ ഈ നീതിമാനായ മനുഷ്യൻ്റെ ജീവിതത്തിൽ നാളുകളിൽ കടന്നു വരുവാൻ പോകുന്ന വലിയ വിപത്തിനു മുൻപേ തന്നെ ദൈവം ഒരു വ്യത്യസ്തമായ സാഹചര്യത്തിലേക്ക് കൊണ്ടുപോകുമ്പോൾ എന്തുകൊണ്ട് ദൈവം അത് ചെയ്തു എന്ന് മനസ്സിലാക്കുവാനും ചിന്തിപ്പാനും കഴിയാതെ പോകുന്ന ആളുകളെക്കുറിച്ചാണ് ആ വാക്യത്തിൽ ഓർമ്മപ്പെടുത്തുന്നത്. എന്നാൽ ദുഷ്ടന്മാരെ സംബന്ധിച്ചിടത്തോളം രാവിലെ തോറും ദൈവം അവരെ നശിപ്പിക്കുമെന്ന് ദൈവത്തിൻ്റെ വചനത്തിനകത്തുണ്ട്. അവരുടെ പ്രവൃത്തി നിമിത്തം, അവരുടെ ജീവിതം നിമിത്തം അവരെ നശിപ്പിക്കുന്നു എന്നുള്ള പദങ്ങൾ തന്നെയാണ്. ഇവിടെ ഇയ്യോബ് പറയുന്നത്, അവൻ നിഷ്കളങ്കനെയും ദുഷ്ടനെയും നശിപ്പിക്കുന്നു എന്ന് പറയുമ്പോൾ തന്നെ 14-ാം അധ്യായം 7-ാം വാക്യത്തിൽ ഓർപ്പിക്കുന്നുണ്ട്, ഒരു വൃക്ഷമായിരുന്നാൽ പ്രത്യാശയുണ്ട്, അതിനെ വെട്ടിയാൽ പിന്നെയും പൊട്ടിക്കിളിർക്കും, അത് ഇളം കൊമ്പുകൾ വിടരാതിരിക്കുകയില്ല. ദൈവത്തിനു വേണ്ടി നീതിയോടും നിഷ്കളങ്കതയോടും സത്യസന്ധതയോടും ജീവിച്ചിരിക്കുന്ന ഒരാളുടെ ജീവിതത്തിൽ കഷ്ടങ്ങളും നഷ്ടങ്ങളും നാശങ്ങളും ഒക്കെ സംഭവിക്കപ്പെട്ടാലും അവർ ജീവിച്ച നിഷ്കളങ്ക ജീവിതം നിമിത്തം, അവർ ജീവിച്ച സത്യസന്ധമായ ജീവിതം നിമിത്തം അവരുടെ തലമുറകളെ അവർക്ക് പകരമായി എഴുന്നേൽപ്പിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്യുന്ന ഒരു ദൈവമുണ്ടെന്ന് ഓർമ്മപ്പെടുത്തുകയാണ്. ഒരു യോനാഥാൻ ദൈവത്തിനു വേണ്ടി നിന്നു. താൻ കഴിഞ്ഞു പോകുമ്പോഴും തൻ്റെ മകനായിരിക്കുന്ന മെഫിബോശേത്തിനെ ദൈവം എഴുന്നേൽപ്പിച്ച ചരിത്രമാണ്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നിഷ്കളങ്കതയോടും സത്യസന്ധതയോടും നാം ജീവിക്കുന്നു എങ്കിൽ നാം നശിക്കുന്നു എന്നതിനപ്പുറത്ത് നമ്മെ നിലനിർത്തുന്ന, നമ്മുടെ തലമുറയെ അനുഗ്രഹിക്കുന്നൊരു ദൈവമുണ്ട്. ആ അനുഗ്രഹിക്കുന്ന ദൈവത്തെക്കുറിച്ച് മനസ്സിലാക്കിക്കൊണ്ട് നമ്മുടെ ജീവിത കാലഘട്ടം നിഷ്കളങ്കതയോടും പരമാർത്ഥതയോടും ജീവിക്കേണ്ടതിന് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കുന്നവരായി തീരാം.
ആ നിലകളിൽ നമുക്ക് ജീവിക്കാം. അതിന് ദൈവം നമ്മെ സഹായിക്കട്ടെ. കരുണയുള്ള ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ കർത്താവേ, ഞങ്ങളുടെ ജീവിത കാലഘട്ടത്തിൽ നിഷ്കളങ്കതയോടും ഭക്തിയോടും കൂടെ ദൈവസന്നിധിയിൽ ജീവിപ്പാൻ ഞങ്ങളെ പ്രാപ്തരാക്കണമേ. ഇന്നും നഷ്ടങ്ങളും നാശങ്ങളും വേദനകളും ഉണ്ടെങ്കിലും ഞങ്ങളെ അനുഗ്രഹിച്ചുയർത്തുന്ന ഒരു ദൈവമുണ്ടെന്നും ആ ഒരു ദിവസത്തിനു വേണ്ടി കാത്തിരുന്ന് പ്രാർത്ഥിക്കുന്നവരുമായി തീരുവാൻ ഞങ്ങളെ സഹായിക്കണം. ദൈവം അങ്ങനെ ചെയ്യുന്നത് കൊണ്ട് സ്തോത്രം. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ ആമേൻ.